ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വാട്സപ്പിലെ ചാറ്റുകൾ, അതുപോലെ തന്നെ വീഡിയോസ്, അതുപോലെ തന്നെ ഫോട്ടോസ്, ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ കുറേ രഹസ്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറേ രഹസ്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കും, പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാട്സപ്പിൽ നമ്മൾ കുറേ പ്രാവശ്യം വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്തതാണ്. പക്ഷേ നമുക്ക് എല്ലാവരും എല്ലാ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ബാക്കപ്പ് ചെയ്യാന്നുണ്ട് ബാക്കപ്പ് ചെയ്തത് എവിടെയാണ് പോയി നിൽക്കുന്നത് എന്നുള്ളത്, അത് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതോടുകൂടി നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീരും. ഇത് എവിടെയാണ് സ്റ്റോർ ആവുന്നത് എന്നുള്ളതും അതെങ്ങനെയാണ് തിരിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതോടുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് ഇത് ബാക്കപ്പ് ചെയ്യുന്നതെന്നും എവിടെയാണ് പോയി നിൽക്കുന്നതെന്നുള്ളതും നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് ഹോം പേജിൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിൽ നമുക്ക് മുകളിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ചാറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാം, ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. ചാറ്റ് ബാക്കപ്പ്. ഈ ചാറ്റ് ബാക്കപ്പ് ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വാട്സപ്പിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, നമ്മുടെ ചാറ്റുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കപ്പ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ മുകളിൽ നോക്കൂ, ലാസ്റ്റ് ബാക്കപ്പ് കാണിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ചാറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററികൾ അല്ലെങ്കിൽ നമ്മുടെ ബാക്കപ്പുകൾ കാര്യങ്ങളൊക്കെ പോകുന്നത് ഗൂഗിൾ ഡ്രൈവിലേക്കാണ് പോകുന്നതെന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിലാണ് നമ്മൾ ബാക്കപ്പ് ചെയ്ത കാര്യങ്ങൾ നേരെ പോകുന്നത് മനസ്സിലായി. കൃത്യമായിട്ട് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കണ്ടില്ല, ഇവിടെ ഞാൻ ബാക്കപ്പ് കൊടുത്തു. ബാക്കപ്പ് കൊടുത്ത സമയത്ത് ബാക്കിംഗ് അപ്പ് എന്ന് പറയുന്നുണ്ട്. ബാക്കപ്പ് സെല്ലുലർ വഴിയാണ്. അതായത് നമുക്ക് വൈഫൈ വഴി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഫോണിൽ ബാക്കപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ബാക്കപ്പ് കൊടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് എവിടേക്കാണ് പോകുന്നതെന്നുള്ളതും ഇതെങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ എവിടെയാണ് ഒളിഞ്ഞു നിൽക്കുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ ഫുള്ള് കാര്യങ്ങൾ ഇതുവരെയുള്ള ഇന്നത്തെ ഡേറ്റ് ടൈം അടക്കം കാണിക്കുന്നുണ്ട്. ഈ ടൈം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ബാക്കപ്പ് ചെയ്ത കാര്യങ്ങൾ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഗൂഗിൾ ഡ്രൈവ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ഗൂഗിൾ ഡ്രൈവ്. അപ്പോൾ ആ ഗൂഗിൾ ഡ്രൈവ് നിങ്ങളുടെ ഫോണിൽ വരും. ഇവിടെ നമുക്ക് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക. ഇവിടെ അപ്ഡേഷൻ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത്രയും കാലം ആരും പറഞ്ഞു തരാത്ത ഈ സ്റ്റോർ ആയി നിൽക്കുന്നത്, അതായത് നിങ്ങൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എവിടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലുള്ള 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. 3 ലൈൻസ് മേലെയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്സ് കാണാം. ഈ ബാക്കപ്സിൽ നമുക്ക് ഇവിടെ കാണാം വാട്സപ്പ്. കണ്ടില്ലേ, വാട്സപ്പ് 82 ബാക്കപ്പ്, ലാസ്റ്റ് ബാക്കപ്പ് ചെയ്തത് 9th ഫെബ്രുവരി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ എല്ലാ ഫയലുകളും, നിങ്ങൾ രഹസ്യങ്ങളും കാര്യങ്ങളും അല്ലാത്തൊക്കെ ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, കൃത്യമായിട്ടൊന്ന് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യുവർ ചാറ്റ്സ് ആൻഡ് മീഡിയ ഇൻക്ലൂഡിങ് ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് ആൻഡ് ഡോക്യുമെന്റ്സ് എല്ലാം ഗൂഗിൾ ഡ്രൈവിലേക്കാണ്, അതായത് ഈ ഒരു ഫോൾഡറിനുള്ളിലേക്കാണ് എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം രഹസ്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഇതിനുള്ളിലുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇവിടുന്ന് ബാക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് ബാക്കപ്പ്, നമുക്ക് ഈ ബാക്കപ്പ് ഇനി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടേൺ ഓഫ് ബാക്കപ്പ്, ഇനി നമുക്ക് തൽക്കാലത്തേക്ക് ബാക്കപ്പ് ചെയ്യേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഡിലീറ്റ് ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണ്, നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ബാക്കപ്പും എന്താവും, പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസ്, നിങ്ങളുടെ ചാറ്റ്സുകൾ എല്ലാ കാര്യങ്ങളും വന്നു നിൽക്കുന്നത് ഈ ഒരു ഫോൾഡറിലേക്കാണ്, അതായത് ഗൂഗിൾ ഡ്രൈവിലുള്ള ഈ ഒരു ഫോൾഡറിലേക്കാണ് വന്നു നിൽക്കുന്നത്. ഇതെല്ലാവരും ഇനിയെങ്കിലും മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ഈ ഡാറ്റകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അത് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നിങ്ങളൊരു പുതിയൊരു മൊബൈൽ മേടിക്കുന്ന സമയത്ത് അതിൽ വാട്സപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവിടെ റീസ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക്, ഇന്റേണൽ മെമ്മറിയിലേക്ക് ഇത് റീസ്റ്റോർ ആവും. നിങ്ങൾ ബാക്കപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും റീസ്റ്റോർ ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ വാട്സപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും റീസ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾ ഇതേപോലെ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോണിലേക്ക് ഇന്റേണൽ സ്റ്റോറേജിലേക്ക് റീസ്റ്റോർ ആവും. ഇങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും സംശയം തീർന്നില്ലേ? ഇതായിരുന്നു പലരുടെയും സംശയം. നമ്മുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ചാറ്റുകളൊക്കെ എവിടെയാണ് ബാക്കപ്പ് ആവുന്നത്, അതെങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നില്ലേ? ഇങ്ങനെയാണ് നമ്മൾ വാട്സപ്പിൽ നിന്ന് നമ്മൾ എല്ലാവിധ ചാറ്റുകൾ, ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നതും ഇത് ബാക്കപ്പ് ചെയ്താൽ എവിടെയാണ് പോയി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് ഒന്ന് വാട്സപ്പ് നമ്മളൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എല്ലാം നമുക്ക് റിട്രീവ് ചെയ്തിട്ട് ബാക്കായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് തന്നെ തിരിച്ചു വന്നോളും. ഇതുപോലുള്ള നല്ല ആരും പറഞ്ഞു തരാത്ത അടിപൊളി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും നിങ്ങൾക്കായി ചെയ്തപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടത് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.